അനുസരിച്ച് പറയുന്നത് परंतु पढ़ाई के स्तर पर इस प्रकार बोला है, വേദപുസ്തകത്തിലൊന്നും കാണാൻ പറ്റത്തില്ല. कलाम में नहीं लिखा है। ഒരിടത്ത് 4 ഒരിടത്ത് 6 എഴുതിയായിട്ടാണ് പറയുന്നത്. और जब हम उसके बारे में पढ़ाई करते तो इस प्रकार लिखा है, एक पत्थर पे 4 रूल लिखे थे और दूसरे में 6. കാരണം ദൈവവും മനുഷ്യനുമായിട്ടുള്ളതിനെ കുറിച്ച് ഒരു ഭാഗത്തും एक में परमेश्वर और मनुष्य के बीच की बात, മനുഷ്യനും തമ്മിലുള്ള വിഷയത്തെ കുറിച്ച്, और दूसरे में मनुष्य से मनुष्य की वाली बात. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എഴുതിയിരിക്കുന്നത്. उस प्रकार उन दोनों को बांट रखा था. ഇവിടെ ഈ നിയമത്തെ എഴുതാൻ താൻ തന്റെ വിരലുകൊണ്ട് എഴുതിയെന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. यहाँ पे वचन में इस प्रकार लिखा है, उन्होंने अपनी उंगलियों से इस नियम को लिखा है. വിരലുകൊണ്ട് നിർമ്മിച്ചെന്നും വിരലുകൊണ്ട് നിയമം എഴുതിയതിനെ കുറിച്ച് എന്തിനാ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്? हम उंगलियों से बनाई गई है, उंगलियों से नियम लिखा गया, हम क्यों पढ़ रहे हैं उसके बारे में? അനേക വിരലുകൾ നിനക്ക് എതിരായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വിരൽ നിനക്ക് അനുകൂലമായിട്ട് വെളിപ്പെടും. मैं आपको ये बताता हूँ, जिनकी अनेक उंगलियां आपके विरुद्ध में खड़ी है, परमेश्वर की उंगली आपके हिस्से में खड़ी है. അനേക വിരലുകൾ നിന്റെ വായ അടപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ വിരൽ നിനക്ക് വേണ്ടി ചിലരോട് സംസാരിപ്പിക്കുന്നവരാണ്. जब बहुत सारी उंगलियां आपके मुंह को चुप करा रही है, परमेश्वर उंगली आपसे बुलवाएगी. ദൈവത്തിന്റെ വിരലുകൾക്ക് നമുക്ക് വേണ്ടി ചില ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുത്താനായിട്ട് പറ്റും. परमेश्वर की उंगलियां आपके लिए बड़े बड़े कामों को करने के लिए योग्य है.